ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മൾ റൂം ഷിഫ്റ്റായ കാര്യങ്ങളും വ്ളോഗുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഭയങ്കര എക്കോ ഉണ്ട് കേട്ടോ. ഞാൻ വർത്തമാനം പറയുമ്പോൾ എക്കോ അടിക്കുന്നുണ്ടാവുമായിരിക്കും നല്ലോണം. അപ്പോൾ ഇപ്പം നമ്മളെ പുതിയ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഷിഫ്റ്റായി. ഇന്നലെ രാത്രി നമ്മൾ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ഇന്നിപ്പോൾ രാവിലെ എണീച്ച് ഞാൻ ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ശ്രീ ചപ്പാത്തി ആക്കാം എന്നാണ് പറഞ്ഞത്. എനിക്ക് കുക്കിങ്ങിൽ വലിയ കഴിവില്ല. അപ്പോൾ ശ്രീ ചപ്പാത്തിയും കറിയെല്ലാം ആക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ശ്രീയും വാവയും ഇപ്പോൾ ഉറങ്ങുന്നതാണ്. ശ്രീ എണീക്കുമ്പോൾ സർപ്രൈസ് ആക്കിയിട്ട് ചപ്പാത്തിയും കറിയും ആക്കി വെക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ അടുക്കളയിൽ ഞാൻ ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നതാണ് ഗൈസ്. ഇപ്പം രാവിലെ ആയതേ ഉള്ളൂ കേട്ടോ. രാവിലെ ആയതുള്ളൂ മീൻസ് ഒരു 8:30 ആ ഒരു ടൈമിലായി. ഇതാണ് നമ്മളെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ. ഞാൻ ഒരു ജനൽ മാത്രം തുറന്നിട്ടിന് കാരണം അത്രയ്ക്ക് എക്കോ അടിക്കുന്നുണ്ട്. ഇനി പൂജാമുറിയെല്ലാം സെറ്റാക്കാനുണ്ട്. അത്ര രണ്ടാളും നല്ല ഉറക്കാം കാണിച്ചിടഞ്ഞു. അവർ സ്ലീപ്പിംഗ് ആണ് ഗൈസ്. അപ്പം നമുക്ക് അടുക്കളയിൽ നമ്മളെ ചപ്പാത്തീൻ്റെ പരിപാടി നോക്കാം. ഇന്നലെ നമ്മൾ ഉള്ളിയും കുറച്ച് പച്ചക്കറിയെല്ലാം വാങ്ങിന് കേട്ടോ. ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ് പച്ചക്കറിക്കെല്ലാം. നമ്മൾ ഇന്നലെ ഇത്രയും പച്ചക്കറി വാങ്ങിയിട്ട് 30 റുപ്യാണ് കേട്ടോ ആയത്. ഇതിന് പച്ചക്കറിക്ക് ഇവിടെ വില കുറവായതുകൊണ്ടാണോ അല്ല, ഞാൻ നാട്ടിൽ നിന്നും പച്ചക്കറി വാങ്ങിയിട്ടും ശീലമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ ഇത്ര പച്ചക്കറി വാങ്ങിയിട്ട് 30 റുപ്യാണ് ആയത്. ഉള്ളി വാങ്ങിന്, തക്കാളി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, ഇഞ്ചി ഉണ്ട്, അങ്ങനെ 30 റുപ്യ കേട്ടോ. പിന്നെ ഈ ഒരു ഗ്യാസും ഈ ഒരു ഗ്യാസിൻ്റെ കുറ്റിയും ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ടോട്ടൽ ഈ ഗ്യാസിൻ്റെ സ്റ്റൗ, വയറ്, പിന്നെ സിലിണ്ടർ നിറച്ചിട്ട് പിന്നെ ഇതാ ഈ ഒരു ഇതെന്താ പറയുക, എനിക്കിതൊന്നും അറിയില്ല ഗൈസ്. ഞാൻ അടുക്കളയായിട്ട് വലിയ പരിചയമൊന്നുമില്ലല്ലോ കത്തിക്കുന്ന. ഇതെല്ലാം കൂടി നമുക്ക് 4000 ആണ് ആയത് കേട്ടോ. ടോട്ടലെല്ലാം കൂടി ഒരു പാക്കേജ് ആയിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇതിന് 4000 ആണ് ആയത്. ബാക്കിയെല്ലാം നമ്മൾ വിശാൽ മാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഈ ചപ്പാത്തി പലക, പിന്നെ പാത്രം അങ്ങനെ കുറേ ഒന്നും വാങ്ങിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഇന്ന് ചപ്പാത്തി തക്കാളിയായിട്ട് ആക്കണം എന്നുള്ള പ്ലാൻ ഉള്ളത് കൊണ്ട് ഇതിപ്പോൾ നമുക്ക് വറവാക്കാനും കറിയാക്കാനും അങ്ങനെ എല്ലാത്തിനും ഈ ഒരു പാത്രം നല്ലതല്ലേ, അതുകൊണ്ട് ഇത് വാങ്ങിന്. പിന്നെ ഒരു ചായപാത്രം വാങ്ങിന്. ഞാൻ ചായ കുടിക്കുന്ന ആളൊന്നും അല്ല, ശ്രീ അങ്ങനെ വലിയ ചായ കുടിക്കുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ ഇപ്പോൾ സാരിക്ക് പഴം മുട്ട പുഴുങ്ങാനായും അങ്ങനെ മാഗി ആക്കാൻ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാണ് ചായ വെക്കണമെങ്കിൽ വെക്കാലോ വരങ്ങും വരുമ്പം അങ്ങനെ അത് വാങ്ങി. പിന്നെ ഈ കുഞ്ഞു പ്ലേറ്റ് ഉണ്ട് സാരിക്ക് വാങ്ങിയത്. പിന്നെ നമ്മളൊരു 4 പ്ലേറ്റ് വാങ്ങിയത്. ബൈ 1 ഗെറ്റ് 1 ഓഫർ ഉണ്ടായിരുന്നു. ഇതെടുത്താൽ ഇത് ഫ്രീ. അങ്ങനെ ഒരു പ്ലേറ്റിന് 149 ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ പൊടി ഇട്ട് വെക്കാൻ വേണ്ടി കുറേ കുഞ്ഞു ഡബ്ബ വാങ്ങിച്ച്. പിന്നെ കുറച്ച് സാധനങ്ങൾ മാഗി, ചപ്പാത്തി ആക്കേണ്ട പൊടികൾ, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ പൊടി, ഉപ്പ് അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രയെല്ലാം സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത്. നമ്മളിതൊരു കുഞ്ഞടുക്കളയാണ് കേട്ടോ. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞടുക്കളയാണ്. പക്ഷെ ഞങ്ങൾക്ക് 3 ആൾക്കും ഇത് മതി. ഞാനും ശ്രീയും സാവിയല്ലേ ഉള്ളൂ. ഞാൻ മാത്രമല്ലേ അടുക്കളയിലുള്ളൂ, പിന്നെ ശ്രീയും. അതുകൊണ്ട് ഇത് നമുക്ക് ധാരാളമാണ്. അപ്പം ഞാൻ എന്തായാലും ചപ്പാത്തി ആക്കാൻ തുടങ്ങട്ടെ ഗൈസ്. പൊടികൾ സാധനം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വലിയ അളപ്പല കുറേ ഡബ്ബയെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്തില്ല, സ്പൂണില്ല. ഇനി സ്പൂണിന് ഞാൻ എവിടെ പോകണമെന്ന് എനിക്കറിയില്ല ഗൈസ്. അമ്മ ഇങ്ങനെ ഓരോ അടുക്കളയിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നത് കണ്ട് അങ്ങനെയാണ് എനിക്ക് ഏകദേശം ഇന്ന സാധനമെല്ലാം വേണം, ഇന്ന സാധനമെല്ലാം എടുക്കാം, അങ്ങനെ ഒരു ഇതായത്. ഞാനങ്ങനെ തീരെ അടുക്കളയിൽ കയറിയില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ശ്രീൻ്റെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് സ്റ്റാർട്ടിങ് കല്യാണം കഴിഞ്ഞ് പോയ സമയത്തെല്ലാം അടുക്കളയിലല്ലായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ നെഹി എനിക്ക് എന്തെങ്കിലും ബിരിയാണി വെക്കാൻ തോന്നിയാലോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ആക്കാൻ തോന്നില്ലേ അപ്പം മാത്രമേ അടുക്കളയിൽ കയറുള്ളൂ. അല്ലെങ്കിൽ എന്നാ തിന്നാനാക്കിയെന്ന് വെച്ചിട്ട് തിന്നാൻ എടുക്കാൻ മാത്രമേ ഞാൻ കയറുള്ളൂ. കാരണം അമ്മക്ക് വേറെ ആരും പണിയെടുക്കുന്ന ഇഷ്ടമല്ല. അമ്മൻ്റെ അടുക്കള അമ്മൻ്റെ മാത്രമായിരിക്കണം. അതല്ല അമ്മ വെക്കുന്ന സ്ഥലങ്ങളുണ്ട്, എല്ലാം അങ്ങോട്ടോ ആയി കഴിഞ്ഞാൽ പിന്നെ സീനാണ് നമ്മളോട്. അതുകൊണ്ട് അമ്മ അങ്ങനെ അടുക്കളയിൽ ഞങ്ങളാരെയും കാര്യമായിട്ട് കയറ്റലില്ല. അതുകൊണ്ട് തന്നെ ആ അടുക്കളയിൽ വലിയ പരിചയമില്ല. ഹായ് ടുണ്ടു, സാവി ഉറങ്ങിച്ച് വരുന്നുണ്ട്. വാ, ഗുഡ് മോർണിംഗ്. അമ്മ എടുക്കാം, എൻ്റെ പൊന്നിന് അമ്മ എടുക്കാറോ. എന്താണ് മോർണിംഗ് തന്നെ പ്രശ്നമാക്കുന്നത്? സമാധാനിപ്പിച്ചിട്ട് വരാം.
സാവിക്ക് ഉറങ്ങിയണിച്ചപ്പാട് ഞാൻ എന്ത് തിരക്കിലായാലും അവനെ ഞാനിങ്ങനെ എടുത്ത് കുറച്ച് സമയം പാമ്പർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇത്ര രാവിലെ ഒന്നും അവൻ എണീക്കയില്ല കേട്ടോ. ഫുഡാണെങ്കിൽ ആവണം അത്രയല്ലേ, അതുകൊണ്ട് ഞാൻ തൽക്കാലം അവനൊരു ബിസ്ക്കറ്റ് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. നിലവിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡും ഈ ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ. വല്ലാണ്ട് ഇഷ്ടമാണ്. രാവിലെയും രാത്രിയും പുലർച്ചൊക്കെ ഉറക്കം ഞെട്ടിയിട്ട് വരെ ബിസ്ക്കറ്റ് ചോദിക്കുന്നുണ്ട്. നല്ലതല്ലാന്ന് അറിയാം, എന്നാലും അവൻ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കലുമുണ്ട്. സാവിൻ്റെ എൻ്റെ ഒച്ചപ്പാടും ബഹളം കേട്ടിട്ട് ശ്രീ ഉറക്കുന്ന എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പാണ് ശ്രീക്ക് ഞാൻ ചപ്പാത്തിയാക്കാം, അല്ല അവൻ ചപ്പാത്തിയാക്കാൻ പറഞ്ഞല്ലോ, അത് ഓർമ്മ വന്നത്. അങ്ങനെ പിന്നെ വാ ഞാനും ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് വന്ന്. കാരണം എനക്കൊന്നും അറിയില്ല എന്നുള്ളത് ശ്രീക്ക് അറിയാം. ഒന്നും അറിയില്ല എന്നൊന്നുമില്ല കേട്ടോ. ചപ്പാത്തിയെല്ലാം ആക്കാൻ എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ എന്നാലും ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഇതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നോട് വാ ഞാനും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എണീച്ചിട്ട് വന്ന് ലാസ്റ്റ് എൻ്റെ അടുത്ത്. എന്നിട്ട് അവൻ ചപ്പാത്തി ആക്കാൻ തുടങ്ങി ഗൈസ്. ആ ചപ്പാത്തിൻ്റെ പോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വലിയ കഴിപ്പാരം ചപ്പാത്തി ആക്കിക്കോളാം, എനക്കെല്ലാം അറിയാം, ഞാൻ പരത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് പരത്തി ഇത് കളിയെല്ലാം കണ്ടേരം ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ കുറെ കൊല്ലായില്ലേ ഗൾഫിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നെല്ലാം പണിയെടുക്കുന്ന ഫുഡാക്കുന്നത്, എനക്കെല്ലാം നല്ലോണം അറിയാന്നുള്ള പറഞ്ഞാണ് ഈ കോലത്തിലാക്കി വെച്ചത്. എനിക്ക് ഇനി അഹങ്കാരം പറയൂലോ മിസ്റ്റർ ശ്രീജേഷ് പി വി. ഞങ്ങൾക്കറിയാല ഇത് ഞാനാക്കിയ ചപ്പാത്തി. ഇത് നല്ല റൗണ്ട് ഷേപ്പ് ഇല്ലേ, പക്ഷെ പെർഫെക്റ്റ് കുക്കിംഗ് എല്ലാം തോന്നുന്നല്ലേ ശ്രീ. ഇത് വായി തുറക്ക് ഇൻവേർട്ടറെ, വായി തുറക്ക് ഇൻവേർട്ടറെ, വായി തുറക്കടോ. റൗണ്ട് ചപ്പാത്തി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് ആക്കി കഴിഞ്ഞിട്ട് നോക്കാം. റൗണ്ട് ആവൂലേ ഇൻവേർട്ടറെ? മിണ്ട് ഇൻവേർട്ടറെ ഒന്ന്. വലിയ ഡിമാൻഡ്. വല്ല ചപ്പാത്തി ആക്കി ഇനി വലിയ എന്നപ്പാ റൗണ്ടായി ചെയ്യുന്നില്ല. ഇനി ഇത് റൗണ്ട് ആക്കുന്ന, അപ്പൊ നീയല്ലോ ഇത് റൗണ്ട് ആക്കുന്നു. എന്നാ ശരി, ഇതിനി റൗണ്ട് ആക്കി നോക്കട്ടെ, റൗണ്ട് ആയിട്ട് നോക്കട്ടെ. ഞാൻ എന്തിനിപ്പോ ഇത്രയെല്ലാം കറിയാക്കിയത്? നമ്മള് രണ്ടാൾ മാത്രമേ ഉള്ളൂ, ഒരു ലോഡ് കറിയാക്കി. എടാ അങ്ങനെ ആക്കുന്നോണ്ടാ ആവാത്തത്. നീ എന്താക്കുന്ന? ഞാൻ പരത്തുമാറ് ഞാൻ പരത്തിയിട്ട് നല്ല റൗണ്ട് ആയി കേട്ടാ. അതൊക്കെ സ്ലോ ആണ് ഞാൻ, പക്ഷെ ആക്കുന്നുണ്ടല്ലേ നല്ലോണം. കാണിക്ക് ഞാൻ ആക്കുമാറിയേ. ഇത് മതി, തിന്നാ പോരെ നമുക്ക്. വേണ്ട ഒരു മാതിരി നമ്മള് വയറ്റിൽ തിന്നാ പോരെ. തിന്നാ പോരെ ഇങ്ങനെ ആക്കാം. അതിനെന്താ സ്റ്റൈലാക്കിട്ട് നീ സ്റ്റൈലിൽ കീറി പറിച്ചിട്ടല്ലേ തിന്നുവോ? ഭയങ്കരം തന്നെ. അത് അതിന്റെ നടുവിൽ അത് പൊടിയെല്ലാം കട്ട കട്ട പോലെ. ശരിയേ ഗൈസ്, ഞാനിപ്പോൾ ഒരു വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് കമ്പനി ഫോണാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കോൾ വരുന്നത് കൊണ്ട് ഇപ്പോൾ അടുക്കളയിൽ ശ്രീയാണുള്ളത്. ശ്രീ ബാക്കിയെല്ലാം ആക്കട്ടെ, ഞാൻ തിന്നാനാകുമ്പോൾ പോവാം ഗൈസ്. എനിക്ക് കുറേ പണി ചെയ്ത് തീർക്കാനുണ്ട്. ഇതെങ്ങനെ തിന്നല്? സാവി നോക്കിയേ, അച്ചാക്കി ചപ്പാത്തി എല്ലാം നോക്കിയേ. എടാ മറിക്കല്ല. അയ്യേ, ചപ്പാത്തി മുട്ട റോസ്റ്റുമാണ് ഉണ്ടായത്. ചപ്പാത്തിക്ക് ഷേപ്പ് ഇല്ലെങ്കിലും തിന്നാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. സാധാരണ നോർമൽ നമ്മൾ ചപ്പാത്തി പോലെ തന്നെയാണ് ഉണ്ടായത്. പക്ഷെ ഷേപ്പിലല്ലല്ലോ, ടേസ്റ്റിലാണെന്നല്ലോ കാര്യം. അങ്ങനെ പിന്നെ സാവിക്കും നമ്മൾ മൂന്നാളും, അതായത് ഞാനും സാവിയും ശ്രീയും ഒന്നിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഇന്ന് ശ്രീ വൈകുന്നേരം നാട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളാ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി ടിങ്കുവിൻ്റെ റൂമിലേക്ക് പോകുന്നതാണ്, ഏച്ചിമാരുടെ റൂമിലേക്ക് പോകുന്നതാണ് കേട്ടോ. നമ്മളെ രണ്ടാളെ ആടെ ആക്കിയിട്ടാണ് ശ്രീ നാട്ടിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പോകാൻ ഇറങ്ങിയതാണ് ഇത്. സാവി ഇപ്പം ശരിക്കും ഒരു ബാംഗ്ലൂർ ബോയ് ആയി. സാവിക്ക് താഴെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് ഏട്ടന്മാർ. അങ്ങനെ അവരൊപ്പരെല്ലാം കളിച്ചിട്ട് ഒരു സന്ധ്യ ആയപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി. നാട്ടിലെന്താ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മൊത്തം സാധനങ്ങളും പാത്രങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ശ്രീ പോയി, നമ്മളിന്ന് നേരെ ഏച്ചിമാരുടെ റൂമിലേക്ക് പോകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമായിനോ ഇല്ലയോ എന്നുള്ളത് പറയണം. ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്സ് ഇനിയും വേണോ എന്നുള്ള കാര്യം എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് പറയാൻ മറക്കണ്ട. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ. ഓക്കെ ബൈ.